നമസ്കാരം. എന്റെ പേര് അമ്മു ഊസേപ്പച്ചൻ. അങ്കമാലി ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സദർ അക്കാദമി ഫോർ നാട്യ ആൻഡ് ആഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. ഇന്നലെ 27-ാം തീയതി ശനിയാഴ്ച രാമപുരം ചാവറ CMI ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചിട്ട് ICSE സിലബസിന്റെ സോൺ സി കോമ്പറ്റീഷൻ നടന്നൊരു ദിവസമാണ്. അപ്പോൾ അതിന് ജഡ്ജ്മെന്റിന് ഞാനും ഉണ്ടായിരുന്നു. ഫോക്ക് ഡാൻസ്, കുച്ചിപ്പുടി, ഈ രണ്ട് ആർട്ട് ഫോമിലാണ് ഞാൻ ജഡ്ജ് ചെയ്തത്. അപ്പൊ അതിനുശേഷം എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ഈ കോട്ടയം ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ് സോൺ സി എന്ന് പറയുന്നത്. ഇന്നലെ എന്നെ കണ്ടാണ് പാരന്റ്സ് ഉണ്ടാവാം, ഇന്നലെ എന്നെ കണ്ട ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ടാവാം. അപ്പോ അവരിലേക്ക് ഒന്നും കൂടി വ്യക്തമാക്കി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഫോക്ക് ഡാൻസിന്റെ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോഴും കുച്ചിപ്പുടിയുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോഴും ഞാൻ കുറച്ച് റിവ്യൂസ് അവിടെ പറഞ്ഞിരുന്നു. ആ റിവ്യൂസ് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഞാൻ പാരന്റ്സിനോടാണ് സംസാരിച്ചത്. പാരന്റ്സിനോട് പറഞ്ഞിരുന്നു, ഞാൻ ഈ പറയുന്ന റിവ്യൂ ഫോക്ക് ഡാൻസ് വെറുതെ ഓട്ടമത്സരമല്ല ഫോക്ക് ഡാൻസ് എന്നൊരു കമന്റ് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ കുട്ടികളുടെ ഹെൽത്തിനെ അപകടമാകുന്ന രീതിയിൽ കൊറിയോഗ്രഫി അത് ഗുരുക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഗുരുക്കന്മാരോട് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ഞാൻ ഇത്രയും റിവ്യൂ പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ ഒരു റിവ്യൂ പറഞ്ഞതിന് ശേഷമാണ് ആ റിസൾട്ട് അനൗൺസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ പറഞ്ഞത് സക്സസ് ആയി എന്ന് എനിക്ക് ഉറപ്പ് വരുന്നത് ഇന്നലെ തന്നെ അപ്പീലില് ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ കോമ്പറ്റീഷൻ വേദികളിൽ വളരെയധികം കോമ്പറ്റീഷൻ വേദികളിൽ പങ്കെടുത്ത ആളാണ്. ഒത്തിരിയേറെ അർഹതയുള്ള പ്രൈസ് നഷ്ടപ്പെട്ടു പോയ ഒരു കലാകാരിയും കൂടിയാണ്. വളരെയേറെ സങ്കടത്തോടെ എന്റെ പാരന്റ്സ് വിഷമിച്ചിറങ്ങിയിട്ടുണ്ട് ഓരോ വേദികളും കഴിഞ്ഞപ്പോൾ. കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോമ്പറ്റീഷൻ ഫീൽഡുകളിൽ അത്യാവശ്യത്തിന് അഴിമതി, ആവശ്യത്തിലേറെ അഴിമതി ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് നടന്നാലും അഴിമതി എന്ന് പറയാറുണ്ട്. കാര്യം അഴിമതി ഒരു കോമൺ കാര്യമായതുകൊണ്ട് തന്നെ അഴിമതി എന്നാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഇന്നലെ രാവിലെ ചാവറ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് ഞങ്ങൾക്കൊരു ജഡ്ജസിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ പറഞ്ഞൊരു അഭിപ്രായം നിങ്ങളോടും പങ്കുവെക്കുകയാണ്. ഏറ്റവും കൂടുതൽ അഴിമതി എന്ന് പറയാനുള്ള കാരണം, ഇപ്പോ ഞാനൊക്കെ കോമ്പറ്റീഷൻ ഫീൽഡ് പോയപ്പോ ഒരു ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മളെ സംബന്ധിച്ച് എന്താണ് ഞാൻ കളിച്ചതിലെ തെറ്റ് എന്താണെന്ന് അറിയാൻ പഠിക്കുന്ന കുട്ടിക്കും അതിനേക്കാളേറെ ഇൻട്രസ്റ്റ് അവരുടെ ഡാൻസ് കാശ് മുടക്കി ചെലവാക്കി പഠിപ്പിച്ച് ഇതിന്റെ പിന്നാലെ സമയവും അധ്വാനവും കൊണ്ടും പിന്നാലെ നടക്കുന്ന പാരന്റ്സിന് അതിലേറെ ആഗ്രഹം ഉണ്ടാവും എന്താണ് എന്റെ കുട്ടി ചെയ്ത തെറ്റ് എന്നറിയാനായിട്ട്. അപ്പൊ ഉടനെ പാരന്റ്സ് ആയിരിക്കും മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പാരന്റ്സ് ആയിരിക്കും. ഒരു ജഡ്ജ്മെന്റ് കഴിയുമ്പോൾ ഉടനെ തന്നെ സംഘാടകരും എല്ലാവരും കൂടി ആ പാരന്റ്സിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. നിങ്ങൾക്ക് ജഡ്ജസിനെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബ്ലോക്ക് ചെയ്യും. എന്തിനാണ് അങ്ങനെ നമ്മള് ബ്ലോക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഇന്നലെ ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഇന്നലെ സ്കൂളില് ജഡ്ജ്മെന്റ് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അപ്പീൽ റിപ്പോർട്ട് ചെയ്തു. ആ അപ്പീൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു നിബന്ധന, ഞങ്ങൾ ജഡ്ജസിനെ പ്രിൻസിപ്പളിന്റെ റൂമിൽ വിളിച്ചു വരുത്തി. ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, ആ ഐറ്റം പഠിപ്പിച്ച ടീച്ചർ ഉണ്ടായിരുന്നു, ആ അപ്പീൽ ചെയ്ത കുട്ടിയുടെ ഗുരു ഉണ്ടായിരുന്നു, അവരുടെ എസ്കോർട്ടിംഗ് ടീച്ചർ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നത് പാരന്റ്സിനെയും കൂടി കയറ്റണമായിരുന്നു. പക്ഷെ ഞാൻ അതിനുള്ള റിവ്യൂ പിന്നാലെ ഞാൻ ഫേസ്ബുക്കിലേക്ക് ലോഡ് ചെയ്യുന്നുണ്ട് ഇന്നലെ ഞാൻ ഇട്ട റിവ്യൂ. അപ്പൊ പാരന്റ്സിനോട് ഗുരുക്കന്മാരോട് പറയാൻ പറഞ്ഞത് കൊണ്ടായിരിക്കാം പാരന്റ്സിന് ക്ലിയർ ആണ് ഞാൻ എന്താ പറഞ്ഞതെന്ന്. ഞാൻ ആ പറഞ്ഞതിന്റെ എനിക്ക് ആ ഗുരു വന്നു, എനിക്ക് നേരെ സംസാരിക്കാൻ വന്നിരുന്നു. അപ്പോ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഫേസ് ടു ഫേസ് സംസാരിച്ചപ്പോ വന്ന എസ്കോർട്ടിംഗ് ടീച്ചറിന് ക്ലിയർ ആയി അതൊരു അഴിമതി അല്ല എന്നുള്ളത്. കാര്യം ഇത്രയേറെ വേദികളിൽ പ്രൈസ് കളിച്ച് കാര്യം വന്ന ആൾക്ക് എന്നെ മുൻപ് അറിയാവുന്ന ഒരു കുട്ടിയാണ് ടീച്ചർ, ആ കുട്ടിയുടെ ഗുരുവായിരുന്നത്. അപ്പോ ഞാൻ ആ ടീച്ചറിനോട് പറഞ്ഞു, ഞാനാണോ അഴിമതി കാണിക്കുന്നത് പറയുന്നേ എന്ന് ചോദിച്ചു. കാര്യം കേരളത്തിലെ അത്യാവശ്യം വലിയ പ്രൊഫഷണൽ ടീച്ചേഴ്സിന് അമ്മു ഊസേപ്പച്ചൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം ഞാൻ എന്തായിരുന്നു എന്നുള്ളത്. കാര്യം എന്നെ അവർക്ക് അറിയാം, ഞാൻ പെർഫോം ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്റെ പ്രൈസ് നഷ്ടപ്പെട്ടതിൽ എന്റെ ഗുരുക്കന്മാർക്ക് മാത്രമായിരുന്നില്ല, മറ്റ് ഗുരുക്കന്മാർക്കും വിഷമം ഉണ്ടായിരുന്ന കുറെ നല്ല ആർട്ടിസ്റ്റുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിച്ചപ്പോൾ അഴിമതി എന്ന് പറയാനുള്ള ഒരു ക്ലാരിറ്റി അവിടെ കുറഞ്ഞു പോയി.
അത് മാത്രമല്ല, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറ്റൊരു കാരണം, ഇന്ന് 28-ാം തീയതി ഞായറാഴ്ച, ഞാൻ ജഡ്ജ്മെന്റ് നടത്തിയത് ഇന്നലെ ശനിയാഴ്ച. 24 മണിക്കൂറിന് ഉള്ളിൽ എനിക്ക് മറ്റൊരു ടീച്ചറിന്റെ ഒരു കോളും കൂടി ഇന്ന് കിട്ടി. ആ ടീച്ചർ എന്നെ വിളിച്ചിട്ട് അത് ടീച്ചർ അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയി, പ്രൈസ് കിട്ടിയെങ്കിൽ കൂടിയും ടീച്ചർ ഇത്രയും റിവ്യൂസ് പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ, ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു, കലേനെ അപമാനിക്കാനുള്ള ഒരു വേദിയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇന്നലെയും കൊണ്ട് ഉണ്ടായിരുന്ന ഒരു മാറ്റം. അത് ഒരു മാറ്റം തന്നെയാണ്. ഒരു ജഡ്ജിങ് റിവ്യൂ കഴിഞ്ഞിട്ട് പാരന്റ്സ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാരന്റ്സ് അവരുടെ ഗുരുക്കന്മാരോട് ചെന്ന് ഞാൻ ഈ പറഞ്ഞ റിവ്യൂ പറയുകയും ആ ഗുരുക്കന്മാരെ അപ്പീലായിട്ടും ഫോണിൽ കൂടെയും എന്നെ വിളിക്കേണ്ട ഒരു അവസ്ഥ വരെയും ചെയ്തപ്പോ നമ്മൾ ഈ പറയുന്നത് എഫക്റ്റീവ് ആണ്, പാരന്റ്സിന് മനസ്സിലാകുന്നുണ്ട്, അത് ഗുരുക്കന്മാർക്കും ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് മാറുന്നുണ്ട് എന്ന് മാത്രമല്ല, അഴിമതി 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 എന്ന് പറയാനുള്ള ഒരു സാഹചര്യം കുറയുവാണ് കോമ്പറ്റീഷൻ ഫീൽഡിൽ. അതുകൊണ്ട് എല്ലാവരും തന്നെ ശരിക്കും ഒന്ന് ഇത് ഒരുപക്ഷെ ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് ഇനി ഒരു വേദികളിലും ചിലപ്പോൾ എന്നെ ഒരു ജഡ്ജ്മെന്റിനെ വിളിച്ചു എന്ന് വരാൻ സാധ്യതയില്ല. ചിലപ്പോൾ അതും അങ്ങനെ സംഭവിക്കാം. ഞാൻ ഇത്രയും ജെനുവിൻ ആയിട്ട് കാര്യങ്ങൾ പറയുകയും ഒട്ടും അഴിമതി കാണിക്കാൻ കൂട്ടു നിൽക്കുകയും ചെയ്യില്ല, അതിന്റെ അവസരം ഒന്നും തന്നെ ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന് മാത്രമല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള നീതിപൂർവമായ കാര്യം മാത്രമേ ചെയ്യുള്ളൂ എന്നും കൂടി പറയുമ്പോൾ ഉറപ്പായിട്ടും ചിലപ്പോൾ എന്നെ ജഡ്ജിങ് പാനലിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാഹചര്യം മുൻപിലേക്ക് ഉണ്ടാകാം. അതൊന്നും തന്നെ എനിക്കൊരു വിഷയമല്ല. കലേനെ വിറ്റ് കാശാക്കുന്നത് നിർത്തേണ്ട ഒരു സമയമായി കഴിഞ്ഞു. കല ഉപജീവന മാർഗം തന്നെയാണ്, പക്ഷെ അതൊരിക്കലും വിറ്റ് കാശാക്കരുത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആക്കുന്നത്? ഇപ്പോ വിജയദശമി വന്ന് നിൽക്കുവാണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ സംഗീതം പഠിപ്പിക്കാൻ, കലകൾ പഠിപ്പിക്കാൻ വേണ്ടി കുണ്ടനാക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും, ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, അല്ലെ നമ്മൾ സ്വയമേ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യും. നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഏറ്റവും സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യും. കുട്ടികൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ എത്രയോ കടകളിൽ കയറി ഇറങ്ങി, ചിലപ്പോൾ ഓൺലൈനിൽ എത്രയോ ദിവസങ്ങൾ നോക്കിയിട്ടാണ് ഒരു സാധനം ഏറ്റവും ബെസ്റ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ പാരന്റ്സ് എന്തുകൊണ്ടാണ്, അല്ലെ നമ്മൾ സ്വയമേ തന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഡ്രസ്സ് ഇടണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ തന്നെ എന്തുകൊണ്ടാണ് മക്കളെ ഒരു കല പഠിപ്പിക്കുമ്പോൾ, അതും ഒരു ക്ഷേത്രകല പഠിപ്പിക്കുമ്പോൾ, ഇത് വളരെ വർഷങ്ങളോളം അടിസ്ഥാനമുള്ള കുറെ കലാകാരന്മാര് ജീവിതം മാറ്റി വെച്ച് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കലകൾ എന്ന് പറയുന്നത്. ഇന്നും അതിനുവേണ്ടി ജീവിക്കുന്നവർ ഒത്തിരിയേറെ ഉണ്ട്. അവരെ അപമാനിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പാരന്റ്സും അല്ലെ നമ്മൾ സ്വയമേ തന്നെ മാറരുത്. അതിന് നിങ്ങളാണ് ഈ ടീച്ചേഴ്സിനെ ഇങ്ങനെ ഈ ഡാൻസ് ഇത്രയും ദുരവസ്ഥയായിട്ട് വളരെ മോശമായിട്ട് കളിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ടീച്ചേഴ്സിന്റെ ഗതികേട്, അതൊരു ഗതികേട് തന്നെയാണ് ഓരോ കലാകാരന്മാർക്കും. ആ ഗതികേട് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കാര്യം നിങ്ങൾക്ക് ആവശ്യം വെറുതെ പേരിനൊരു അരങ്ങേറ്റം മാത്രമാണ്. സ്വന്തം കുട്ടി കളിക്കുമ്പോൾ ഇത്രയും ആഭാസകരമായി അല്ലേ ഡാൻസ്, എന്റെ മോൾ ഇത്രയും മോശമായിട്ടാണോ കളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഒരു നർത്തകി എന്ന് പറയുന്നത് നിവർന്നു നിൽക്കേണ്ട ആളാണ്. ഇപ്പൊ ഇന്നലെ കണ്ട ഒട്ടുമിക്ക ഡാൻസുകളിലും കുട്ടികൾ കൂനി നിൽക്കുവാണ്. കൂനി നിൽക്കുന്നത് നിങ്ങളുടെ സ്വന്തം മക്കളെ ഒരു വീഡിയോ കണ്ട ഇത് കൂനിയാണല്ലോ നിൽക്കുന്നത്, ആ നിൽക്കുന്നത് പോലും തെറ്റല്ലോ എന്ന് മനസ്സിലാവാനുള്ള ഒരു കോമൺ സെൻസ് പോലും നിങ്ങൾക്ക് സ്വന്തം മക്കളോടുള്ള സ്നേഹം കാരണം മനസ്സിലാകുന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ ഇന്നലെ ഇട്ട റിവ്യൂ, ഞാൻ ഇന്നലെ പറഞ്ഞ ആ റിവ്യൂവിന്റെ വീഡിയോ ഞാൻ ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ പറ, ഞാൻ ഈ പറഞ്ഞതിൽ എന്ത് തെറ്റാണ് ഉള്ളത് എന്ന് നിങ്ങൾ തന്നെ എനിക്ക് കമന്റ് ചെയ്യുക. ഇനി ഇന്നലെ സോൺ സിയിലെ കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരിൽ ഇന്നലെ ഞാൻ ഈ പറഞ്ഞ റിവ്യൂ കേട്ടിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുള്ള പാരന്റ്സോ, അത് പാരന്റ്സ് വന്ന് പറഞ്ഞിട്ട് അത് കേട്ട് ഇറിറ്റേറ്റഡ് ആയ ഏതെങ്കിലും ഗുരുക്കന്മാരോ നൃത്ത അധ്യാപകരോ ഉണ്ടെങ്കിൽ സദർ അക്കാഡമിയുടെ എന്റെ ഒഫീഷ്യൽ നമ്പർ, അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പർ ഞാൻ ഡീറ്റെയിൽസിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ എന്നെ വിളിക്കുക. കുച്ചിപ്പുടിയുടെ ഫോക്ക് ഡാൻസിന്റെയും കാറ്റഗറി 3, 4, 5 സോൺ സിയുടെ ജഡ്ജ്മെന്റിൽ എന്റെ പേര് അമ്മു ഊസേപ്പച്ചൻ എന്നാണ്, ഞാനാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ ആ റിവ്യൂവിനും ആ ജഡ്ജ്മെന്റിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. താങ്ക് യു. നന്ദി.